എയർ ഹോൺ വലിയ പ്രശ്നമാണല്ലോ. ഇടയ്ക്ക് വെച്ചിട്ട് ഗതാഗത മന്ത്രിയാണെങ്കിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എയർ ഹോണുകൾ. JCB കയറ്റിയിറക്കി തവിട് പൊടിയാക്കിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ്. കഴിഞ്ഞ 2 ആഴ്ചയായി കൊച്ചി നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത എയർ ഹോണുകളാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റോഡിലിട്ട് ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത്. ഇതര സംസ്ഥാന വാഹനങ്ങളിൽ നിന്നായിരുന്നു എയർ ഹോണുകളൊക്കെ കൂടുതലും പിടിച്ചെടുത്തത്. എയർ ഹോണുകൾ പിടിച്ചെടുത്തത് നശിപ്പിക്കണം, അതായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. ആ നിർദ്ദേശം പൂർണ്ണ തോതിൽ അതേപടി നടപ്പാക്കുകയാണ് എറണാകുളം ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. എറണാകുളം കമ്മട്ടിപ്പാടത്തുള്ള ഈ റോഡിലായിരുന്നു പിടിച്ചെടുത്ത എയർ ഹോണുകളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് നിരത്തിയിട്ടിരുന്നത്. അതിലേക്ക് JCBയിൽ റോളർ ഘടിപ്പിച്ച് അത് പൂർണ്ണമായും പൊടിച്ചു. ഇതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ക്ലീനിങ് ജോലികൾ നടക്കുകയാണ്. ഇങ്ങനെ ഒരു കാഴ്ച അത് കൊച്ചിയിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, സംസ്ഥാനത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്തായാലും ആ നിർദ്ദേശം അതുപോലെ തന്നെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഈ നടപടികൾ തുടരും. കാരണം ഇത് അഴിച്ചെടുത്താൽ അവർക്ക് പുതുതായിട്ട് വേറെ പിടിപ്പിക്കാമല്ലോ. സ്വകാര്യ ബസ്സുകളിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മറ്റ് അന്യ സംസ്ഥാന വാഹനങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത്. അതെ അതെ, ഇത് പ്രധാന റോഡല്ല, ഇവിടെ അവസാനിക്കുന്ന ഒരു റോഡാണ്. പക്ഷേ വാഹനങ്ങൾ പോകുന്നുണ്ട്, യാത്രക്കാർ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ അത് പൂർണ്ണമായും നടപ്പാക്കുകയായിരുന്നു എന്നതാണ്. ഇതിപ്പോ എന്ത് ചെയ്തു? ബക്കറ്റ് മാറ്റി റോളർ ഘടിപ്പിച്ചു. ബക്കറ്റ് മാറ്റിയിട്ട് റോളർ ഘടിപ്പിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? സാധാരണ പിച്ചൊക്കെ റെഡിയാക്കാനാണ് ഇങ്ങനെ റെഡിയാക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഇനി യൂസ് ചെയ്യാം. ഈ എയർ ഹോണുകൾ പൊടിക്കുന്നത് ആദ്യമായിട്ടാണ്. അതാദ്യമായിട്ടാണ്. സംസ്ഥാന തലത്തിൽ നടന്ന ഒരു പരിശോധനയാണ്. പക്ഷേ അതിന്റെ ആദ്യ കാഴ്ച, ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കുന്ന ആദ്യ കാഴ്ച കൊച്ചിയിൽ നിന്നാണ്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. പ്രദീപ് ജോസഫാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രദീപേ, ഗതാഗത മന്ത്രി എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നും അത് കുറെ ചർച്ചയായിട്ടൊക്കെ പോയൊരു കാര്യം കൂടിയാണ്. ഒന്നുമില്ലെങ്കിൽ ഈ ചെവി പൊട്ടുന്ന തരത്തിൽ ഈ എയർ ഹോണുകൾ മുഴക്കിക്കൊണ്ട് പോകുന്നത് ഒരു വല്ലാത്തൊരു ഏർപ്പാട് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ മന്ത്രി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു പേടിയൊക്കെ തട്ടുമായിരിക്കും അല്ലേ? അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന എയർ ഹോണുകൾക്ക് നേരത്തെ മുതൽ നിരോധനമുള്ളതാണ്. എന്നാൽ ഈ നിരോധനങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് കടകളിൽ ഇവ വിറ്റഴിക്കുന്നത്. ഓൺലൈനിൽ ലഭ്യമാണ്. എന്തായിരുന്നാലും മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ അടുത്ത കാലത്തുള്ള ചില സഡൻ ആക്ഷനുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള ചില ആക്ഷനുകളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ എയർ ഹോണുകൾ എല്ലാം പിടികൂടാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എയർ ഹോണുകൾ പിടികൂടാൻ നിർദ്ദേശിച്ചു എന്ന് മാത്രമല്ല, പിടികൂടുന്ന എയർ ഹോണുകൾ പരസ്യമായി പൊതുനിരത്തിലിട്ട് റോഡ് റോളർ കയറ്റി നശിപ്പിക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 500ഓളം എയർ ഹോണുകളാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇവ പല ദിവസങ്ങളായി റോഡിൽ കൂട്ടിയിട്ട് റോഡ് റോളർ കയറ്റി നശിപ്പിച്ചത്. ഇതൊക്കെ കണ്ട് ഇത്തരം ഹോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അത് അഴിച്ചു മാറ്റി വയ്ക്കട്ടെ, അല്ലെങ്കിൽ പുതിയ ആളുകൾ അവ ഉപയോഗിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് മന്ത്രി അങ്ങനെ പറഞ്ഞത്. നല്ല കാര്യമെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, നമുക്കറിയാം ചില വാഹനങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം, എതിരെ വരുന്ന വാഹനത്തിലുള്ള ഡ്രൈവറുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി എത്രയോ അപകടങ്ങൾ. ഇതൊന്നും പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അതും ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പായുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വക പണിയൊക്കെ നിങ്ങൾക്ക് പുറകെ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, ചെയ്യരുത്.